സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ പ്രോത്സാഹിപ്പിച്ചു നബിതങ്ങൾ. ഖൈറു സ്വലാത്തിൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ. ഒരു പുരുഷന്റെ നിസ്കാരം, എല്ലാ നിസ്കാരങ്ങളും അവന്റെ വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമം. ഇല്ലൽ മക്തൂബ, നിർബന്ധമായ നിസ്കാരമൊഴികെ. സുബഹിക്ക് പള്ളിയിൽ പോകുന്നതിന്റെ മുമ്പേ റകഅത്താൽ ഫജ്രി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. ഫജ്ർ നിസ്കാരത്തിന്റെ ഫർദ് നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പുള്ള 2 റകഅത്ത് സുന്നത്ത് നിസ്കാരം ദുനിയാവും ദുനിയാവിലുള്ള സർവ്വത്തെക്കാളും ഖൈറാണെന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതവിടെ വീട്ടിൽ വെച്ച് നിസ്കരിച്ചിട്ട് പുറത്തു പോയാൽ ഏറെ പുണ്യമാണ്. പള്ളിയിൽ നിസ്കരിക്കണേക്കാണ് കൂലി വീട്ടിൽ നിസ്കരിച്ചാൽ കിട്ടും. ഏത്? ഈ സുന്നത്ത്. നബിതങ്ങൾ പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, ഇജഅലൂ മിൻ സലാത്തിക്കും ഫീ ബുയൂത്തിക്കും വലാ തത്തഖിദൂഹാ ഖുബൂറാ. ഓ ജനങ്ങളെ, നിങ്ങളുടെ നിസ്കാരത്തിൽ നിന്ന് ഒരു വിഹിതം നിങ്ങൾ വീട്ടിലേക്ക് മാറ്റിവെക്കണേ. വീടുകൾ ഒരിക്കലും നിങ്ങൾ ഖബർസ്ഥാന് പോലെ ആക്കരുത്. ഖബർസ്ഥാനിൽ നിസ്കാരവൊത്തൊന്നുമില്ല. നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഖുർആനോദനം, അവിടെ സുന്നത്ത് നിസ്കാരം നടത്തണം. നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ കൊച്ചു കുട്ടികൾ നമ്മെ നോക്കി അനുകരിക്കുകയാണ്. പാപ്പ നിസ്കരിക്കുന്നത് മക്കൾ കണ്ട് പഠിക്കുകയാണ്. നമ്മൾ അത്തഹിയ്യാത്ത് എങ്ങനെ ഇരിക്കുന്നു, സുജൂദിലേക്ക് എങ്ങനെ പോകുന്നു, സുജൂദിൽ എങ്ങനെ കിടക്കുന്നു, നമ്മളെ കാലുകൾ എങ്ങനെ വെക്കുന്നു, റുക്കൂ എങ്ങനെ ചെയ്യുന്നു. വളർന്നു വരുന്ന മക്കൾ പാപ്പ വന്നിട്ട് നിസ്കരിക്കുമ്പോൾ കാണുകയാണ്. പള്ളിയിൽ വെച്ച് നിസ്കാരത്തിന്റെ ഒരു വിഹിതം സുന്നത്ത് നിസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കുമ്പോൾ നമ്മുടെ ഇണക്കും നമ്മുടെ മക്കൾക്കുമൊക്കെ അതിൻ്റെ ശരിയായ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിനെ അതേപോലെ തന്നെ ഫഇന്നല്ലാഹ ജാഇലുൻ ഫീ ദാലിക ഖൈറാ, അത് മുഖേന അല്ലാഹു അവന്റെ വീട്ടിൽ ഖൈറിനെ നിശ്ചയിക്കും. നമ്മുടെ വീട്ടിനതൊരു ഐശ്വര്യമാണ്, വീടിനതൊരു ബറക്കത്താണ്. അവിടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നടക്കണം. ഒരു ദിവസത്തിൽ അല്പനേരമെങ്കിലും ഖുർആൻ ഓതാത്ത വീടാവരുത് നമ്മുടെ വീട്. ഇഖ്റഊ സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണേ. ഫഇന്ന ശൈത്താന യഫിറു മിനൽ ബൈത്തിൽ ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ. അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന ഭവനങ്ങളിൽ നിന്ന് ശൈത്താൻ വിരണ്ട് ഇറങ്ങി ഓടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. ശ്രദ്ധിക്കണം, വീട്ടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ മറന്നു പോകരുത് ബിസ്മില്ലാ. ബിസ്മില്ല ചൊല്ലാതെ കയറിയാൽ കൂടെ ശൈത്താൻ കയറുകയാണ്. അവന് സന്തോഷമായി. ബിസ്മി ചൊല്ലാത്ത മനുഷ്യന്റെ കൂടെ ശൈത്താൻ കയറിയിട്ട് അവന്റെ അനുയായി വൃന്ദത്തോട് ശൈത്താൻ പറയും, ഇന്ന് നമുക്ക് ഈ വീട്ടിൽ അക്കമഡേഷൻ കിട്ടിക്കഴിഞ്ഞു, നമുക്കിവിടെ താമസത്തിന് സൗകര്യം കിട്ടി. അല്ലെങ്കിൽ അവൻ പുറത്താവും. ബിസ്മിയൊല്ലേലേ, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മിയൊല്ലേലെങ്കിൽ ശൈത്താന് സന്തോഷമാണ്. അവൻ പറയും, നമുക്കിന്നിവിടെ താമസം മാത്രമല്ല ഫുഡും കിട്ടി ഭക്ഷണവും കിട്ടി. കാരണം ബിസ്മി ചൊല്ലാതെ കഴിക്കുന്നവന്റെ കൂടെ ശൈത്താൻ കൂടെ കഴിക്കുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശൈത്താന്റെ വിളയാട്ടവും ശൈത്താന്റെ കേന്ദ്രമൊക്കെ ആവാതെ നമ്മുടെ വീടുകൾ സുരക്ഷിതത്വം ഉണ്ടാക്കണം.